വായനശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഴുതി തുടങ്ങാൻ ഓരോരുത്തർക്കും പല കാരണങ്ങളുമുണ്ട്. പക്ഷേ എഴുത്ത് തുടരാനുള്ള കാരണമാവുന്നത് വായനക്കാരാണ്. ആശയങ്ങൾ മുളപൊട്ടാനുള്ള ഊർജവും അവസാന വരയ്ക്ക് ശേഷമുള്ള സംതൃപ്തിയും തരുന്നത് അവരാണ്. ഈ പുസ്തകം തുറക്കുന്നവർ നിരാശപ്പെടില്ലെന്ന വിശ്വാസത്തോടെ വായിക്കാനും കേൾക്കാനും നിറയെ കഥകളുള്ള ഈ ലോകത്തേക്ക് ഇതുകൂടി. ഏതാണ് ഈ പുസ്തകം? അരക്കിണ്ണം കുളിര്. ദീപു പ്രദീപിന്റെ പുസ്തകമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ദീപു പ്രദീപിനെ. ഗുരുവായൂർ അമ്പലനടയിൽ, കുഞ്ഞിരാമായണം, അതേപോലെ തന്നെ പേരല്ലൂർ പ്രീമിയർ ലീഗ്, ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം എഴുതിയത്, അതിൻ്റെ രചന നിർവഹിച്ചത് ദീപു പ്രദീപാണ്. ദീപു പ്രദീപിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ. ഗുരുവായൂർ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശ്രീകോവിലേക്ക് നീട്ടി നോക്കി തൊഴുന്ന 100 ചില്ലാനും പേർ. അതേ ശ്രീകൃഷ്ണനെ നോക്കി കൈയും കെട്ടി നിൽക്കുന്ന ഒരൊറ്റ മനുഷ്യൻ. നിൽപ്പെന്ന് പറഞ്ഞാൽ ഏകദേശം മിഥുനത്തിൽ നെടുമുടി വേണുന്നത് തേങ്ങ ഉടയ്ക്കുമ്പോൾ ഇന്നസെന്റ് നിന്ന പോലൊരു നിൽപ്പ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞവരെ സെക്യൂരിറ്റിക്കാർ തള്ളി മാറ്റിയിട്ടും ടിയാൻ തിക്കി തിരക്കി വന്ന് വീണ്ടും അതേ നിൽപ്പ്. പിരികുറവുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അത് എത്ര എണ്ണത്തിൻ്റെയാണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ഞാൻ എല്ലാം കണ്ടു നിന്നു. ഇടയ്ക്കിടെ വരുന്ന മൂളലുകളുടെ കനം ഏറിയും കുറഞ്ഞും ഇരിക്കുന്നതൊഴിച്ചാൽ ഏറെക്കുറെ സ്ഥായിയായ ഭാവം. അവസാനം കലാപരിപാടി അവസാനിച്ച് അദ്ദേഹം പോവാൻ നിൽക്കുമ്പോൾ ഞാൻ കാര്യം ചോദിച്ചു. എന്താ അവിടെ അങ്ങനെ നിന്നിരുന്നത്? ഗുരുവായൂരപ്പന് പറയാനും കേൾക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? പിരിക്കുറവുള്ളത് നമുക്കൊക്കെയാണ്. സത്യമാണല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭത്തിലും നമുക്കൊരു പിരിക്കുറവുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അങ്ങനെ വളരെ വ്യത്യസ്തമായ VK-ൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ ഭാഷാശൈലിയിൽ അത്രയും ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ള കഥയാണ് അരക്കിണ്ണം കുളിര്. എന്തായാലും DC ബുക്കിൽ അത് ലഭ്യമാണ്. അപ്പോൾ എന്തായാലും എടുത്ത് വായിക്കുക. വായനശാലയിൽ അടുത്ത പുസ്തകമായി വീണ്ടും കാണാം.